അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഹെന്ന കോൺസ് ഉണ്ടാക്കുക. ആദ്യം ഹെന്ന കോൺസ് ഉണ്ടാക്കുമ്പോൾ പൊലിവ്, അതായത് എനിക്ക് നല്ല പൊലിവായിരുന്നു. കാരണം നെയിൽ കോൺസ് ഉണ്ടാക്കുന്ന സമയം നല്ല പൊലിവായിരുന്നു. അത് പിന്നെ നല്ല കഷ്ടപ്പാടാന്ന് പറഞ്ഞപ്പോൾ തന്നെ പൊലിവ് കുറച്ച് ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നുള്ള പൊലിവ് ഹെന്ന കോൺസ് ഉണ്ടാക്കാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പൈസ നല്ലോണം കൂട്ടി വെച്ച് ഹെന്ന പൗഡർ മേടിക്കാൻ വേണ്ടി കടയിൽ പോയപ്പോൾ എനിക്ക് പല കൺഫ്യൂഷനായി. കാരണം ഇങ്ങനെ ഒരു കാര്യം നല്ലപോലെ അന്വേഷിക്കാണ്ടായിരുന്നു ഞാൻ ഒരു പൗഡേഴ്സൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല പൗഡർ രാജസ്ഥാനി പൗഡറാണെന്ന് അറിയാം, ബാക്കിയൊന്നും ഞാൻ അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ തപ്പം പോകുന്ന സമയത്ത് ഞാനൊരു ഷോപ്പ് കയറിയപ്പോൾ 30 രൂപ മുതലാണ് നല്ല പൗഡേഴ്സ് ഉള്ളത് പറഞ്ഞു. അപ്പോൾ രാജസ്ഥാനി പൗഡേഴ്സ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 30 രൂപയുടെ മുതലുണ്ട് രാജസ്ഥാനി പൗഡർ പറഞ്ഞു. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും എന്നുള്ളത്. പക്ഷേ അതിലും ഫേക്കായിട്ടുള്ള ഹെന്ന പൗഡേഴ്സ് ഉണ്ടോയെന്ന് അറിയുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ഓരോ എക്സ്പീരിയൻസ് ഓരോന്ന് പഠിക്കുക. അപ്പോൾ തന്നെ ഞാൻ എന്ത് കാട്ടി, ഒരു 150 രൂപ റേറ്റിൽ ഞാൻ മേടിച്ചു. അത് 25 ഗ്രാം എന്തോട്ടുണ്ടായിരുന്നു. 25 ആണെന്ന് ഓർമ്മയില്ല, 50 ഗ്രാം എന്നാണെന്ന് ഓർമ്മയില്ല. അപ്പോൾ ഞാനത് മേടിച്ചു, മെഷർമെൻറ്റൊക്കെ നോക്കി ഇട്ടു. പക്ഷെ ഞാൻ ഇളക്കി വന്നപ്പോൾ പൗഡർ ഒരുമാതിരി ഒരു കറുത്ത കളറ്. അപ്പോൾ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ബൈ.